ഇവിടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ നമ്മളെ ഈ തണ്ട് ചീയൽ വന്ന ഡ്രാഗൺ പ്ലാന്റുകളൊക്കെ മാറ്റിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ക്ലിയറാക്കി. എൻ്റെ ചട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ രണ്ട് പ്ലാന്റ്, ഇവിടെ ഒരു അമേരിക്കൻ ബ്യൂട്ടിയും ഇവിടെ ഒരു യെല്ലോ പലോറയായിരുന്നു. അതുപോലെ നമുക്ക് അവിടെ ഒരു മലേഷ്യൻ റെഡും ഉണ്ടായിരുന്നു. ഈ 3 പ്ലാന്റിനെ നമ്മൾ ഒഴിവാക്കി ഇട്ട് അത്യാവശ്യം മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കെമിക്കലായിട്ടുള്ള മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സ്യൂഡോമോണസും അതുപോലെ ട്രൈക്കോർഡമ, അതുപോലെ കോപ്പറോക്സ് ക്ലോറൈഡ്, തുരിശൻ ചുണ്ണാമ്പ്. ഇപ്പോൾ ഇന്നലെ ഞാൻ തുരിശൻ ചുണ്ണാമ്പും ഇതിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കോട്ടിംഗ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഡോട്ട് വന്നതിനെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഈ കോപ്പറോക്സ് ക്ലോറൈഡ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഒരു ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ആക്ച്വലി ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് ഒരു ഫ്രൂട്ടാണ്. ഇത് ശരിക്കും ഒറിഗാനോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ക്രോസ് പോളിനേഷൻ ആവശ്യമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഒരു കിലോ അടുത്ത് വരുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒറ്റ പ്ലാന്റിൽ നമുക്ക് ഒരു 1 2 3 4 5 6 7 8 ഫ്രൂട്ടോളം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് ചെറുതായി പോയത്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു മഞ്ഞ ഡോട്ട് ഇതാണ് ശരിക്കും ഈ പ്ലാന്റിൽ വരുന്ന രോഗം. അതായത് ഇതിൻ്റെ തണ്ടിൽ വരുന്ന രോഗവും ഫ്രൂട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കുറച്ച് നാൾ നമുക്ക് പ്ലാന്റിൽ നിർത്താൻ പറ്റത്തില്ല, അളിഞ്ഞു പോകും പെട്ടെന്ന്. ഈ ഫ്രൂട്ട് ഉള്ളിൽ ഇതിൻ്റെ ഫ്ലഷിലേക്ക് ഇത് പടരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ഫ്രൂട്ടിലും ഒരു രോഗം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതൊന്ന് തൂക്കി നോക്കാം നമുക്ക്. ഒരു 1.5 കിലോ അടുത്തുണ്ട് ഫ്രൂട്ട്. ഇത് വിയറ്റ്നാം ഏർലി വൈറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞോട്ട്. പുളിപ്പുണ്ട്. അതുപോലെ ലിച്ചിപ്പഴത്തിൻ്റെ ഒരു ഫ്ലവർ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ വിയറ്റ്നാം ഏർലി വൈറ്റ്. ഇത് ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. കുറച്ചും കൂടെ ഇതൊരു മഞ്ഞ കളറ് ഏകദേശം ഈ ഒരു പ്ലാന്റിന് വരുന്ന അസുഖം തന്നെയാണ്. അതുപോലെ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സൈസ് പഴമാണ്. എനിക്ക് തോന്നുന്നു 2 എണ്ണം ഉള്ളത് കൊണ്ടാണ് ഇത്രയും സൈസ് ആയത്. ഒരു 3-4 എണ്ണമൊക്കെ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഴത്തിൻ്റെ സൈസ് അത്ര കുറയും. ഇത് കുറഞ്ഞൊരു 300 ഗ്രാം കാണും. രണ്ടും കൂടെ ഒരു 1/2 കിലോ ഉണ്ടാവും. ഇതാണ് ഇത് പൊട്ടിച്ച പഴം. ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാമെങ്കിൽ ഇത് ഫംഗസ് ഇതിലേക്കും ബാധിച്ചതായിട്ട് കാണാം. പക്ഷേ വലിയ രീതിയിലില്ല. ഫ്രൂട്ട് അല്പം വലിപ്പമുള്ളതാണ്. നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ തൂക്കം നോക്കാം. 1 കിലോയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. ഇതൊരു 50 ഗ്രാമിൻ്റെ കല്ലാണ്. ഏകദേശം 1 കിലോ അടുത്ത് ഫ്രൂട്ട് ഉണ്ടെന്നുള്ളതാണ് ജസ്റ്റ് തന്നെ. അപ്പോൾ ഒറ്റ ഫ്രൂട്ട് തന്നെ നോക്കുവാണെങ്കിൽ നിയർ 1/2 കിലോ. കണ്ട, ഒരു ഫ്രൂട്ട് തന്നെ 1/2 കിലോ തൂക്കമുണ്ട്. അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റിയാണ് കംബോഡിയൻ റെഡാണ്. കംബോഡിയൻ റെഡ് 3 പ്ലാന്റ് ആയിരുന്നു ഞാൻ നട്ടിരുന്നത്. അതിപ്പം ഒരെണ്ണം ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നോക്കി 2 ചെറിയ ഫ്രൂട്ട് ആയിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 20 ദിവസം പെയ്ത മഴയിൽ അതിൻ്റെ പൂമ്പൊടിയൊക്കെ പോയി വളരെ ചെറിയ ഫ്രൂട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയാണ്ടതല്ല, കുറച്ചും കൂടെ നല്ല വലിപ്പം വെക്കേണ്ടതാണ്. പക്ഷെ ആ മഴ നമ്മളെ ചതിച്ചു. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിച്ചത്. മഴ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കവറിട്ട് നിർത്തുക, അതായിരിക്കും നല്ലത്. ഇത് ഞാൻ കൃത്യമായിട്ട് കവറൊക്കെ ഇട്ട് നിർത്തിയത് കൊണ്ട് അത്യാവശ്യം നല്ല വലിയ ഫ്രൂട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇത് ഈ വെറൈറ്റി കംബോഡിയൻ റെഡാണ്. കംബോഡിയൻ റെഡ് മലേഷ്യൻ റെഡിൻ്റെ മറ്റൊരു വെറൈറ്റി തന്നെയാണ് കംബോഡിയൻ റെഡ്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഫ്രൂട്ട് തന്നെയാണ്. ഒരു 1.5 കിലോ അടുത്ത്, ഞാനിത് തൂക്കുന്നില്ല, 1.5 കിലോ അടുത്തുണ്ട് ഇത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിത് കഴിച്ചു. ഒരെണ്ണം നല്ല മധുരമുണ്ട്. തുടർച്ചയായിട്ട് ഒരു 20 ദിവസം മഴ പെയ്തത് കൊണ്ട് അത്യാവശ്യം ഇതിൻ്റെ ഒരു മധുരം സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. എല്ലാ ഫ്രൂട്ടിനും അങ്ങനെ കുറയുന്നുണ്ടല്ലോ. അതുപോലെ ഇതിന് കുറച്ച് മധുരം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കുറവുണ്ടാകത്തില്ലെന്ന് അറിയാം. കാരണം അത്രയും വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. എല്ലാ തരത്തിലുള്ളയും വിറ്റാമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ ഇത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരിക്കൽ പോലും 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മധുരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാവരും ഇതിനെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്നത്. അപ്പം അത് ഒരിക്കലും മനസ്സിൽ വെക്കരുത്. ഇതെല്ലാവരും മേടിക്കുക, വളർത്തുക.